രാവിലെ എഴുന്നേറ്റ് വന്നതേ തലേദിവസം കഴുകി വെച്ച പാത്രമെല്ലാം വെള്ളം പോയിട്ട് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അതൊന്നെടുത്ത് അടുക്കി വെച്ചു. കഴിഞ്ഞ ദിവസം നമ്മൾ തൊടുപുഴയ്ക്ക് പോയിട്ട് വന്നപ്പോൾ കുറച്ച് പാലക് ചീര വാങ്ങിച്ചിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പാലക് പൂരിയാണ്. പാലക്കിൻ്റെ ഇല നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയായിട്ട് എടുക്കാം കേട്ടോ. ആദ്യം തന്നെ ഇതിനകത്ത് ചിലത് ചീഞ്ഞിട്ടില്ല, പക്ഷേ ഒരു വാടിയതുപോലെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ കളഞ്ഞിട്ട് ബാക്കി നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ട് ഒരു സോസ് പാനിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. 1-2 തിള കഴിയുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് വെന്ത് വാടി കിട്ടുവേ. ഇതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് നമുക്കിതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല മഷി പരുവത്തിൽ അരച്ചെടുക്കണേ. അപ്പോൾ ഇതാ നമ്മുടെ പാലക്ക് ചീര ഇവിടെ ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൂരി ഉണ്ടാക്കാനായിട്ട് ഗോതമ്പ് പൊടി എടുക്കുക, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, ഉപ്പിടുക, നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന പാലക്കിൻ്റെ പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാവേ. ഇതുപോലെ അമക്കി കുഴച്ചെടുക്കുമ്പം പൂരി നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് അതൊരു 10 മിനിറ്റ് അടച്ച് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം. നമുക്കൊരു കുക്കർ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടി കഴിയുമ്പോൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു തക്കാളി വഴണ്ട് കഴിയുമ്പം ഒരു സവോളയും കൂടി ഇട്ട് വഴറ്റിയെടുക്കാം. ഇന്ന് പാലക്ക് പൂരിക്ക് മുട്ടക്കറിയാണ് കേട്ടോ. ഇങ്ങനെ കുക്കറിൽ മുട്ടക്കറി വെച്ച് കഴിയുമ്പോഴത്തേക്കും സവോള എല്ലാം നല്ല സോഫ്റ്റായിട്ട് കിടക്കും കേട്ടോ. അപ്പോൾ ഇതുവരെ കുക്കറിൽ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല സിമ്പിളാണ്, എന്നാൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറിയും കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മാവിനുള്ള പൂരിക്കുള്ള മാവ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു ചപ്പാത്തി പലകയിലോട്ട് കുറച്ച് എണ്ണയൊന്ന് തേച്ചിട്ട് ഇതുപോലെ നല്ല കുഞ്ഞു കുഞ്ഞായിട്ടൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. ഒരുപാട് ഞാൻ വട്ടത്തിൽ പരത്തുന്നില്ല, ഇങ്ങനെ സോഫ്റ്റായിട്ടൊന്ന് പരത്തിയെടുത്തിട്ട് നമുക്ക് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും ഓരോന്നിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. നിവാങ്കുഞ്ഞിന് പൂരി ഒത്തിരി ഇഷ്ടമാണ്. പൂരി പക്ഷേ എപ്പോഴും ഉണ്ടാക്കാറില്ല കേട്ടോ. ചപ്പാത്തി തന്നെയാണ് നമുക്ക് എണ്ണയും ലാഭമൊക്കെ ചപ്പാത്തിയാണ്. എന്നാലും വല്ലപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കി നോക്കും കേട്ടോ. അപ്പോൾ പൂരി ഇവിടെ ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ മുട്ടക്കറി ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. കുക്കറിനകത്തായത് കാരണം ഒരു 2 വിസിലടിക്കുമ്പോഴേക്കും മുട്ടക്കറി പെട്ടെന്ന് തന്നെ ആകും കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനും നിവാങ്കുഞ്ഞും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. നിവാങ്കുഞ്ഞിനെ അംഗൻവാടി വിടട്ടെ. അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാം. ബൈ.